പുറത്ത് നല്ല മഴ. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ഇൻട്രോ പറഞ്ഞിട്ട് ഇറങ്ങാൻ പറ്റിയില്ല. കാര്യം വേറൊരു വഴിക്ക് പോകുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴേ പോയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ വില്ലേജ്, എൻ്റെ ഗ്രാമത്തിലെ അച്ഛൻ്റെ നാട്ടിലേക്ക് പോവാണ്, കോലിയക്കോട്. ഒരുപാട് ദൂരമൊന്നും അല്ല, ട്രിവാൻഡ്രത്തുനിന്ന് ഒരു 10-14 കിലോമീറ്ററിനകത്തേ ഉള്ളൂ. അപ്പോൾ മഴ കാരണം റോഡ് ബ്ലോക്ക് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ സമയം വൈകുന്നേരമായി. കുറച്ചുകൂടെ നേരത്തെ എത്തണം എന്നാണ് വിചാരിച്ചത്, നടന്നില്ല. അവിടെ നടേശനെ ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നു, വരുന്നുണ്ട്. അവിടെ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക, കാർഷിക വിളകൾ എന്തെങ്കിലും ഉണ്ടോ തപ്പി ഇറങ്ങുന്നതാണ്. പക്ഷെ അവിടെ ഒന്നും ഇല്ലയെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അവിടെ ഒന്നും കാണില്ല, മഴയൊക്കെ അല്ലേ. അപ്പോൾ എന്തായാലും മഴയിൽ തോട്ടിലൊക്കെ വെള്ളമുണ്ടെന്ന് പറഞ്ഞു, കുളത്തിൽ വെള്ളമുണ്ട്. അപ്പോൾ എന്തായാലും ഇറങ്ങിയ സ്ഥിതിക്ക് മഴ അവിടെ എങ്ങനെയാണ് മഴയെന്ന് അറിയില്ല. അവിടെ മഴ ഉണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. കുടയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ തറവാട്ട് മുറ്റത്തുണ്ടാണ്. ഇവിടെ ഞാനും കൊണ്ട് തടയിച്ചത് ഈ നല്ല എന്താ പറയുക, ആ പഴയ നെക്സ്റ്റ് നമ്മുടെ ഓർമ്മകൾ മഴ ഇപ്പോൾ ഒന്ന് ശമിച്ചിട്ടുണ്ട്. നല്ല മഴയായിരുന്നു വന്ന് കയറിയിട്ട്. കുറച്ചുകൂടെ കൂടുതലുണ്ട്. ഇപ്പോൾ കുറച്ച് പോയിട്ട് ഡ്രസ്സിലും മാത്രമേ ഉള്ളൂ. ഇങ്ങനെ കുറച്ച് നേരം വൈകുന്നേരം സമയം പെട്ടെന്ന് ഇങ്ങനെ നേരെ വന്നിട്ട് കുറച്ച് ഇരുണ്ട് തന്നെ കിടക്കുന്നു. ഇവിടെയൊക്കെ ഒന്ന് നടന്ന് കാണാം ഇങ്ങനെ ഉണ്ടെന്ന്. മഴയായിരുന്നു നിറച്ച് പൂത്ത് കിടക്കുന്നത്. ഇവിടെ നോക്കിയാൽ വെള്ളം ഒഴുകി നോക്കുന്നു. ഇവിടെയൊക്കെ തെങ്ങുന്നുണ്ടാവും. ഇറങ്ങി നടന്നാൽ മിക്കവാറും ഞാൻ തലയും കുത്തി താഴെ കിടക്കും. അതിനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. മഴയ്ക്ക് മഴയുടേതായ ഒരു ഭംഗിയാണ്. ഭംഗിയായിരിക്കുന്നു. ഈ പുളിയിലൊക്കെ എപ്പോഴാണ് കായ് വരുന്നത്? അതിലൊക്കെ പറിച്ചു ഇല്ല. കാട് പോലെ കിടക്കുന്നു നമ്മുടെ എന്താ പറയുക, വസ്തുക്കളെല്ലാം ഒരു കാട്ടിനകത്ത് കയറിയ ഫിനിഷാണ്. പന്നിയാ ഇഷ്ടം പോലെ, അടിക്കാടുകൾ പോലെ. ഇത് ശരിക്കും ഒരു ഫോറസ്റ്റ് ലാൻഡ് പോലെയാണ് ഇരിക്കുന്നത് ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ. ആലോചിച്ച് നോക്കൂ, ഫോറസ്റ്റ് ലുക്ക്. ഇത് ഫോറസ്റ്റ് ഒന്നുമല്ല, ശരിക്കും ലാൻഡാണ്. അവിടെ ക്ഷേത്രം, ഇവിടെ ആയിരവല്ലി തമ്പുരാൻ്റെ ഒക്കെ വെള്ളം ഇങ്ങനെ ഒലിച്ചു പോകും. ഇതെല്ലാം ഇങ്ങനെ മേളിൽ നിന്ന് ഒലിച്ചൊലിച്ച് വരുന്നതാണ് മഴവെള്ളം. ഇനി നമുക്ക് കുളം, തോട് മുതലായ സ്ഥലത്തേക്ക് പോകാം. അതൊരു രസമല്ലേ. അയ്യോ, എൻ്റെ സൈഡിലൂടെ നോക്കി വെള്ളം ഇങ്ങനെ ഒലിച്ച് പോകൊണ്ടിരിക്കണം മേളിൽ നിന്ന് താഴേക്ക്. ഇത്രയും മഴയുള്ള സമയത്ത് ഞാൻ അങ്ങനെ വന്ന് ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. സാധാരണ മഴ എന്ന് പറഞ്ഞാൽ ഷൂട്ട് ചെയ്യാൻ പാടല്ലേ. നടേശൻ്റെ കയ്യിൽ വലിയ കുട, നമ്മുടെ പച്ചക്കുട അവിടെ കൊടുത്തിരിക്കും. എനിക്ക് കുട വേണ്ട, ചെറുതായിട്ട് ചാറ്റൽ മഴ നനയുന്നത് എനിക്കിഷ്ടമാണ്. വെള്ളം, ഒഴുക്ക് വെള്ളത്തിലൂടെ മഴവെള്ളമാണ്. നടന്ന് അയ്യോ, കുളത്തിൻ്റെ അങ്ങോട്ട് പോകാനുള്ള സ്പേസ് പോലും ഇല്ലാണ്ടായോ. അത്ര ചവറ് പോലെ ചെടികൾ വളർന്നേക്കുന്നൊക്കെ. അയ്യോ, കുളം പായൽ കൊണ്ട് നിറഞ്ഞു കിടക്കുന്നു. ഇഷ്ടംപോലെ വെള്ളമുണ്ട്. എന്ത് ഭംഗിയല്ലേ ഈ സീനിക്കായിരിക്കുന്നു ഇവിടെ എല്ലാം കാണാൻ. ഒരു മരം മുറിഞ്ഞ് കിടക്കുന്നുണ്ട്, സ്വന്തമായിട്ട് വീണതാന്ന് തോന്നുന്നു. കുളത്തിലേക്ക് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ആ ചെറിയ തോട് വഴി ഒഴുകുന്നു. നോക്കി കുളത്തിന് കഴിഞ്ഞിട്ട് എക്സസ് വരുന്ന വെള്ളമാണ് അല്ലേ. കുളവും കഴിഞ്ഞ് കുളവും നിറഞ്ഞിട്ട് എക്സ്ട്രാ വരുന്നതാണ്. അപ്പം മീനൊക്കെ ഇങ്ങനെ ഇതിൽ ഒഴുകി അങ്ങ് പോകും. ഒരു കൊല എടുത്തോണ്ട് പോവാല്ലേ.
ഇതെന്ത് എന്ത് പഴം അത്? പാളയംകോട്. അയ്യോ കഷ്ടല്ലേ. പക്ഷെ നമുക്ക് തോരൻ വെക്കാൻ കൊള്ളാലോ. അതൊന്നും വിളഞ്ഞിട്ടില്ല ആണോ? മഴവെള്ളമാണ്, അതിങ്ങനെ ചെളിയിലിങ്ങനെ മിക്സായി കിടക്കുന്നു, അത്രേ ഉള്ളൂ. വേസ്റ്റ് വെള്ളമൊന്നുമല്ല. ഇതൊന്നും എപ്പോഴും കിട്ടുന്ന കാര്യമല്ലല്ലോ, മഴ വെള്ളത്തിലല്ലോ. ഇങ്ങനെയാണ് കുളങ്ങളും ആറും ഒക്കെ നിറയുന്നത്. നോക്കിയേ, മഴവെള്ളം ഇങ്ങനെ ഒഴുകി 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 പല സോഴ്സിലൂടെ പല ഭാഗങ്ങളിലൂടെ ഇങ്ങനെ ഒഴുകി നേരെ കുളത്തിലേക്കാണ് പതിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ കുളങ്ങളെല്ലാം നിറയുന്നത്. മഴക്കാലം ആകുമ്പോൾ നിറച്ച് വെള്ളം വരുന്നത് അതുകൊണ്ടാണ്. കുളത്തിൽ തോട്ടിൽ ഒക്കെ ഇഷ്ടംപോലെ വെള്ളം കിട്ടും. നമുക്ക് സീസണലായിട്ട് മഴ ഉള്ള സംസ്ഥാനം തന്നെയാണ്. അപ്പോൾ ആ മഴ കൃത്യമായിട്ട് കിട്ടിയാൽ മതി. നമ്മുടെ നാട്ടുവഴിയിലൊക്കെ 1-2 വീടുകളാണ്. തോട്ടിൽ നിറച്ച് വെള്ളം. തോട്ടിൽ ഇഷ്ടംപോലെ വെള്ളം. ഒന്ന് തോട്ടിലേക്ക് ഇറങ്ങാം, അതിന് വഴിയുണ്ട് ഇവിടെ. ഇവിടെ ആൾക്കാർ കുളിച്ചോണ്ടിരുന്ന സ്ഥലമാണ്. അയ്യോ എന്റെ ചെരുപ്പ് കുരി. ഒഴുക്കിനെതിരെയാണ് ഇപ്പൊ നീന്തിക്കൊണ്ടിരിക്കുന്നത്. നീന്തലല്ല, നടന്നുകൊണ്ടേയിരിക്കുന്നു. മഴ ചെറുതായിട്ട് വരാൻ പോകുന്നു തോന്നുന്നു. ഞാൻ എന്തായാലും തോട്ടിലേക്ക് ഇറങ്ങി കഴിഞ്ഞ് തോട്ടിലൂടെ നടക്കുന്നു. അയ്യോ നല്ല എക്സസൈസ് ആണ് കേട്ടോ. നമ്മളിങ്ങനെ ഓപ്പോസിറ്റ് സൈഡിൽ നടക്കുമ്പോൾ വെള്ളവുമായിട്ടാണ് മൽപ്പിടുത്തം. എൻ്റെ കുട്ടിക്കാലത്ത് ഇവിടെ എല്ലാം വന്ന്, ഇവിടെ കുറേ കൂടി വെള്ളം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇവിടെ കുളിക്കാനൊക്കെ ഞങ്ങൾ വന്നിട്ടുണ്ട്. ചെറിയ കുട്ടികളാണ്. ഈ കൊച്ചു കട ഇപ്പൊ തുറക്കോ? ഇല്ലല്ലേ, നല്ലൊരു കടയായിരുന്നു അല്ലേ, ചെറിയൊരു കൊച്ചിക്കട. നമുക്ക് തുടങ്ങിയാലോ? നടേശ ഒന്ന് തുടങ്ങുന്നത്. ചെറിയ സ്നാക്സ് ഒക്കെ ആയിട്ട് ഞാൻ പ്രൊമോട്ട് ചെയ്ത് തരാം. ഇവിടെ വന്ന് സ്നാക്സ്. അപ്പൊ എല്ലാ ആൾക്കാരും ഇവിടെ നമുക്ക് അറിയുന്നവരെയൊക്കെ പറഞ്ഞുവിടാം. ചായയും കടികളും. ഞാനൊരു കോൺഫിഡൻസിലൊക്കെ നടന്നു പോവാണ്. ഇത്ര കത്തേ ഉള്ളൂ. പിന്നെ മണലാണ് താഴെ. ചെളി ആ തുടക്കത്തിലേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ചെളിയില്ല, മണലിലൂടെ നടക്കുന്നു. ഇനി എങ്ങനെ തിരിച്ചു കയറണമെന്നാണ് അടുത്ത ചിന്ത. ഇതൊക്കെ ഇതൊക്കെ മരിച്ച് കപ്പ കൃഷി ആ ഭാഗത്തില്ല. അപ്പോൾ ഡെപ്ത് കൂടുന്നു. അപ്പോൾ ഞാനിനി തിരിച്ച് കയറണം. എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ മുട്ടുവരെ എത്തി വെള്ളം, ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട്. അപ്പോൾ തിരിച്ചു നടക്കാം. അവിടെ തന്നെയല്ലേ കയറാൻ പറ്റുള്ളൂ. ഈ വെള്ളത്തിലേ നീർക്കോലി വരുമോ? അയ്യോ അയ്യോ എനിക്ക് ഇതിനടിയിലേക്ക് പോയി കലിങ്ങിൻ്റെ അടിയിലാണ്. കലിങ്ങിൻ്റെ അടിയിലൂടെ വേണമെങ്കിൽ സഞ്ചരിക്കാം. കുഴി തല കുഴിച്ചു പോകണം, അത് വേണ്ട. ഏതായാലും ഇതിങ്ങനെ 2 സൈഡിലായിട്ടാണ് ഇനി അങ്ങോട്ട് പോകുന്നത്. അങ്ങനെ സക്സസ്ഫുള്ളി കയറിക്കഴിഞ്ഞു. ചെറുതായിട്ട് മഴ തുടങ്ങാൻ പോകും. നമ്മുടെ വീടിൻ്റെ സൈഡിൽ നിന്നെല്ലാം ഇങ്ങനെ വെള്ളം ഒലിച്ച ആ കുളത്തിൻ്റെ അവിടെ നിന്ന് പിന്നെ എക്സസ് വരുന്നതാണ് ഇങ്ങനെ ഈ തോട്ടിലൂടെ ഒഴുകി. ഇപ്പം ഞാൻ നടന്ന ആ കലിങ്ങിൻ്റെ അടിയിലൂടെ ഞങ്ങൾ വാഴത്തോപ്പിലേക്ക് പോകുന്നു. ഇവിടെ നിന്നാണ് നടന്നു പോകുന്നത്. ഇവിടെ കംപ്ലീറ്റ് മൽച്ചീനി കൃഷിയാണ്, കപ്പ കൃഷി. ഒന്നും സംഭവിച്ചില്ല. പന്നിയൊന്നും കൊണ്ടുപോയിട്ടില്ല സോഫ. അതിങ്ങനെ അടച്ചിരിക്കുകയാണ്. ചുറ്റോട് ചുറ്റും ഷീറ്റ് വെച്ചിട്ടിങ്ങനെ ആസ്ബെസ്റ്റോസ് അല്ലേ, ഇതെന്താ ഷീറ്റ്? ഇത് ഇരുമ്പ് ഷീറ്റ് വെച്ചിട്ടിങ്ങനെ ഫെൻസ് ചെയ്തിട്ടുണ്ട്. മഴക്കാലം നല്ല രസമാണ്. ഇങ്ങനെ ചെടികളിലെല്ലാം വെള്ളവും തോട്ടിൽ നിറച്ച് വെള്ളം, റോഡിൽ ഊറ്റ്, ഇങ്ങനെ മഴവെള്ളം ഇങ്ങനെ ഒഴുകി കിടക്കുന്ന കാഴ്ചയാണ്. പക്ഷേ എല്ലാം ഒരു കലങ്ങിയ രീതിയായിരിക്കും, അത്രേ ഉള്ളൂ. മഴ കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് സെറ്റിൽ ഡൗൺ ചെയ്യും. ഇത് ഈ എന്താ പറയുക, മണ്ണും നമ്മുടെ ഈ ചെളി മണ്ണും ഒക്കെ ആയിട്ട് മിക്സായി വരുമ്പോഴാണ് ഇങ്ങനെ ഒരു ഫീലിംഗ് വരുന്നത്. അതുകൊണ്ടാണ്. ഇതാണ് നമ്മുടെ റൂട്ട്.
കേട്ടോ, ഗേറ്റൊക്കെ ഇട്ട് ഭദ്രമാക്കി വെച്ചിരിക്കുകയാണ്. ഇത് നടേശന്റെ തോട്ടമാണ് നമ്മൾ ആക്രമിക്കാൻ പോകുന്നത്. പന്നിയെ പിടിച്ചതാ ഫെൻസ് ചെയ്ത് ഗേറ്റ് ഇട്ട് വെച്ചു. നല്ല ശാസ്ത്രീയമായിട്ട് തന്നെയാണ് കൃഷി ചെയ്തിരിക്കുന്നത്. തടമെടുത്ത് ചാല് വെട്ടി അതിലൂടെ വെള്ളം, ഊറ്റുവെള്ളം ഉണ്ടല്ലോ. നമ്മൾ നടേശന്റെ വാഴക്കൃഷിത്തോട്ടത്തിലെത്തിയിരിക്കുന്നു. എനിക്കിവിടെ നിന്ന് കൂമ്പ് തരാൻ തുടങ്ങി, വാഴക്കൂമ്പ്. അത് നല്ല ഏത്തവാഴയുടെ കൂമ്പ് എടുത്തിട്ട് പോവാം. കാഴ്ച ഇഷ്ടം പോലെ കൂമ്പുണ്ട് ഇവിടെ. പക്ഷേ കായൊന്നും പറിക്കാറായില്ല, ഒരു ഹാഫ് സ്റ്റേജ് ആയിട്ടുള്ളത്. ഇപ്പം ഈ ചാല് നോക്കിയാൽ ചാലിലെല്ലാം കുളവാഴ വന്ന് കയറിയിരിക്കുന്നതാണ്. പുതിയ എൻട്രി, അവരെല്ലാം ഓടിച്ചു വിടണം. ഇതൊരു നല്ല പായലാട്ടോ. തടം വെട്ടിയിട്ട് ഓരോ തടത്തിന്റെയും സൈഡിലൂടെ ഇങ്ങനെ ചാലുണ്ട്, അതിലിങ്ങനെ വെള്ളമുണ്ട്. അതാണ് ഈ വാഴയ്ക്ക് കൊടുക്കുന്ന അതിന്റെ ജലസ്രോതസ്സാണ്. മനസ്സിലായി. ഇങ്ങനെ വെള്ളം വെക്കാൻ പാടുള്ളൂ. പുറത്തോട്ട് എക്സിറ്റ് ഉണ്ട്, വെള്ളത്തിന് പുറത്തോട്ട് പോകാനും വരാനും മൂവ് ചെയ്യാനും. എനിക്ക് ക്ലാസ് തരുവാണ്, എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് സംഭവിച്ചത്. കൈ കൊണ്ട് ഓടിക്കും, അത്രയും പൊക്കം കുറവാണ്. അത് പോയി ഒടിച്ചിട്ട് വരാം. കൈ കൊണ്ട് ഓടിക്കാം. അത് മറുകണ്ടം ചാടി ഇപ്പുറത്തെത്തി. ഇത് എനിക്ക് പറിക്കാൻ പറ്റുന്ന ഹൈറ്റിലാണ്. എല്ലാ വാഴയിലും കൂമ്പുണ്ടാവുമല്ലോ, സ്വാഭാവികം. ഇതിനി എത്ര നാൾ കഴിയുമ്പോൾ നമ്മുടെ കൊല പറിക്കാറാകും? ഇനി ഒരു 50 ദിവസം. 2 മാസം. ഇനി 1.5 മാസം കഴിഞ്ഞ് ഇവിടെ വന്നാൽ ഓണം വരെ കിട്ടും. ഓണത്തിന്റെ ആ സമയത്ത് വന്നാൽ നമുക്ക് ഏത്തവാഴ, ഏത്തക്കയുടെ കൊലയും പിന്നെ ഇതിന്റെ വാഴപ്പിണ്ടിയും ഒക്കെ കൊണ്ടുപോകും. അന്നേരമാണ് ഈ കഴിഞ്ഞ പ്രാവശ്യം വന്നത് വാഴയെ മുറിച്ച് അതിന്റെ ആവശ്യം. ഏത്തവാഴ അത് മുറിച്ചിട്ട് അതിന്റെ വാഴപ്പിണ്ടിയൊക്കെ എടുക്കും. ഇത് കറയുണ്ട്, സൂക്ഷിക്കണം. 2 കൂമ്പ് സെറ്റ്. പടല മുഴുവൻ കഴിഞ്ഞാൽ ഒടിച്ചു വിടും. അല്ലെങ്കിൽ അത് ഏത്തക്കയുടെ പുഷ്ടി കുറയുന്ന പറയുക, ഒടിച്ചു വിട്ടില്ലെങ്കിൽ. കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അതിന്റെ പടല. ഇപ്പൊ നമുക്ക് ഇപ്പൊ പാവം ഇതൊരു സ്റ്റേജ് ആയിട്ടേ ഉള്ളൂ. 50 ദിവസം കൂടി ആകുമ്പോൾ ഫുൾ ഗ്രോത്ത് ആകും. അത് കഴിഞ്ഞാൽ നമുക്ക് ഏത്തവാഴ, ഏത്തക്കൊല എടുക്കാൻ പറ്റും. അതിന്റെ കൂമ്പോട് കൂടി നിൽക്കുകയാണ്. അതിന്റെ ഫുൾ ആയിട്ടില്ല അല്ലേ, കൂമ്പ് ഒടിക്കാറായില്ല. അതിന്റെ എല്ലാം ആയോ ഗ്രോത്ത്? അതിന്റെ പടലയൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ, എല്ലാ പടലയായി കഴിയുമ്പോൾ അതിന്റെ ഇത് അപ്പുറത്ത് നിൽക്കുന്നതിന്റെ കൂമ്പ് ഒടിച്ചു കഴിഞ്ഞു, എല്ലാം ഒടിച്ചു വിടും. ഇതിനകത്ത് ചിലപ്പോൾ തേനുണ്ടാവുമല്ലോ, അത് ഞാൻ മറന്നുപോയി. തേനുണ്ടാകും സാധാരണ ഇങ്ങനെ പണ്ടൊക്കെ നമ്മൾ കഴിക്കില്ലേ. ഇതിന്റെ അകത്തല്ലേ നമ്മൾ തേൻ കുടിച്ചോണ്ടിരുന്നത്? അയ്യോ, ഒരു മിനിറ്റ് ഞാൻ കാണിച്ചു തരാം. കിട്ടിയില്ല. ഇവനെ നോക്കട്ടെ. ഏതെങ്കിലും ഒരിടത്തില് പണ്ടൊക്കെ നമ്മള് ഇങ്ങനെയാണ്. കയ്പ് മഴ കൊണ്ടുപോയി തേനിനെയൊക്കെ. എനിവേ കൂമ്പ് കിട്ടിയല്ലോ, അത് പോയി. തേനില്ലെങ്കിൽ സാരമില്ല. കൂമ്പ് 2 സെറ്റ് ചെയ്തിട്ടുണ്ട്. എത്ര വേണമെങ്കിലും പറിക്കാം. ഇവിടെ നടേശന് ആവശ്യമില്ല, ഇതിന്റെ പർപ്പസ് കഴിഞ്ഞു. പക്ഷേ ഇത് നമുക്ക് ഏത്തവാഴയുടെ വാഴക്കൂമ്പ് വളരെ നല്ലതാണ്. ഇതൊരു സിമ്പിൾ വർക്ക്. മൂന്നാമത്തെ കൂമ്പ് റെഡി. യെസ്, കളക്ഷൻ. നമ്മുടെ കൃഷി വിഭവങ്ങളുമായിട്ട് തിരിച്ചു പോകാം. ഇതേ ഒന്ന് വീട് നോക്കും, അതിങ്ങനെ വന്ന് ഇരുന്നു മണ്ണില്. അല്ല, അയ്യോ ഇത് എന്റെ താഴ്ച നിന്ന് വേണ്ടിയുടെ കഥ വീഴും. അങ്ങനെ 3 സെറ്റ്. അവിടെ ഒരെണ്ണമുണ്ട്. 4 വാഴക്കൊമ്പുമായിട്ട് പോകുന്നു. അയ്യോ, ജോലിയുണ്ടോ വാഴിക്ക്? അപ്പൊ പിന്നെ സമയം കിട്ടില്ല. ഒരാളോട് ചോദിക്കാണ് കൂമ്പ് വേണമെന്ന്. വേണ്ടാതെ, വാഴിക്ക് സമയമില്ല കുത്തി ഉണ്ടാക്കാൻ. ജോലിയുണ്ട്, അതുകൊണ്ട് സമയമില്ല. ഇത് ഭംഗിയല്ല കാണാൻ. വാഴ, ഈത്ത വാഴയൊക്കെ ഇങ്ങനെ നിൽക്കാൻ വിട്ട് കൂമ്പര് എല്ലാം. നമുക്കിതിനെ ഇനി ഫുൾ ഗ്രോത്ത് ആയിട്ട് വന്ന് കാണാം.
ഓണത്തിന് മുന്നേ ഒരു പ്രാവശ്യം ഇവിടെ വരാം, എല്ലാം കൊണ്ടുപോകാം. ഏത്തവാഴയും പിന്നെന്താ വാഴ, അതായത് ഏത്തക്കൊലയും വിളഞ്ഞത് പ്ലസ് വാഴപ്പിണ്ടി എല്ലാം. വളരെ അധ്വാനിക്കുന്ന ഒരു കർഷകനും കൂടിയാണ് നടേശ്. നന്നായിട്ട് അധ്വാനിക്കുന്നത്, നല്ല നോളജാണ് കാര്യങ്ങളെക്കുറിച്ച് അറിവ്. അയ്യോ, അത് വെള്ളത്തിൽ പോയി. കറ മാത്രം ശ്രദ്ധിക്കാം. പറിച്ചിട്ട് അതിൻ്റെ താഴെ നിന്നാലും കറ തലയിൽ വീഴും. ചെരുപ്പിലെല്ലാം ചെളി തെന്നുന്നു. ഇവിടെ വെള്ളമുണ്ട് വേണമെങ്കിൽ, ചെറിയ ഇവിടെ കഴുകാം. ചെരുപ്പിലെ ചെളി കഴുകാനായിട്ടേ ഇവിടെ തന്നെ വെള്ളമുണ്ടല്ലോ. അയ്യോ, കാഴ്ചയില്ലല്ലോ. രാവിലെ ഒരു ചക്ക മേളിലോട്ടുണ്ട്, മേളിലോട്ടുള്ളത് വിളഞ്ഞ് താഴത്തത് വിളഞ്ഞില്ല, അല്ലെങ്കിൽ നമുക്ക് അത് അടിച്ചു മാറ്റിക്കൊണ്ട് പോകാൻ ഇങ്ങനെ ആലോചിക്കാം. മടന്ത അന്വേഷിക്കുന്നുണ്ട്, പക്ഷെ പെട്ടെന്ന് കാണുന്നില്ല മടന്ത. എന്തായാലും കിട്ടുകയാണെങ്കിൽ എനിക്ക് എത്തിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഇതിപ്പോൾ 2 ഉണ്ടെങ്കിലോ, ബാക്കി നടേശൻ്റെ കസ്റ്റഡിയിലുണ്ട്. മൊത്തം 5 കിട്ടിയില്ലേ? ഒരെണ്ണം അവിടെ കളഞ്ഞു പോയി കേട്ടോ. കിട്ടത് എവിടെയാണെന്ന് മിസ്പ്ലേസ്. 4 കൊണ്ട് പോവുകയാണ്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് പോവുക. നേരെ ഇരുട്ടാൻ തുടങ്ങുന്നു. മാത്രമല്ല മഴ വീണ്ടും ശക്തമാകാൻ പോകുന്നു. കാറിലേക്ക് കയറാം. അങ്ങനെ നമ്മൾ കുറേ കൂമ്പെല്ലാം കൊണ്ടുവന്ന് കണ്ടല്ലോ അല്ലേ, നമ്മുടെ കോലിയക്കോട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ഗ്രാമത്തിൽ നിന്ന്. അപ്പോൾ അതെല്ലാ സംഭവങ്ങളും ഇന്നലെ നടന്നതാണ്. അപ്പോൾ ഇത് സെക്കൻഡ് ഡേ, ഞാൻ വീട്ടിൽ നിൽക്കുന്ന അടുത്ത ദിവസമാണ്. അപ്പോൾ കൊണ്ടുവന്ന കൂമ്പെല്ലാം പല രീതിയിൽ തോരൻ വെച്ച് കഴിഞ്ഞു. ഇനി ഇപ്പോൾ ഉള്ളത് വേറെ ഒരു കൂമ്പെടുക്കുന്നു. ഇതിപ്പോൾ ഇച്ചിരി വാടി തുടങ്ങി അതിൻ്റെ ഓപ്പണിങ്. അപ്പോൾ ഇത് നമുക്കിങ്ങനെ ക്ലിയർ ചെയ്യാം. എന്നിട്ട് വാഴക്കൂമ്പ് വെച്ചൊരു അച്ചാറുണ്ടാക്കാം. എങ്ങനെ ഉണ്ടാവും? പുതിയ ഐഡിയ ആണ്. ചെയ്യാം. ഓക്കെ. ഇതിൻ്റെ കുറേ നമ്മൾ ആ പോളകൾ ഇങ്ങനെ മാറ്റണം. ഒരു വൈറ്റ് കണ്ടു തുടങ്ങുന്നവരെ ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കാം. അതാണ്, അല്ലെങ്കിൽ കറ ഒരു കയ്പ്പ് രസമൊക്കെ ഉണ്ടാവും. ഓൾമോസ്റ്റ് അവിടെ എത്തി. ഓൾമോസ്റ്റ് കറ 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 ഏതാണ്ട് ഫിനിഷായി. ഇത്രയും വൈറ്റായിട്ടൊരു ക്രീമിഷ് ആയിട്ട് കിട്ടുന്നവരെ ഇളക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കൊത്തിയെടുക്കാം. അരിയാൻ തുടങ്ങുന്നതിന് മുമ്പ് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തടവുന്നത് നല്ലതായിരിക്കും. കറയാണ്, കറ കയ്യിൽ കറുത്ത നിറമായി മാറും. അതിന് പകരം കുറച്ചൊന്ന് പുരട്ടിയിട്ട് തുടങ്ങാം. എനിക്ക് കാലിൽ വെച്ചരിയുന്നതിനെക്കാട്ടിലും കൈ വെച്ചരിയുന്നതാണ് കുറച്ചുകൂടി, നമ്മൾ പറയില്ലേ വാക്കെന്ന് പറയില്ലേ, കുറച്ചുകൂടി ഈസി, ശീലം. ഇനി ഇങ്ങനെ അരിയാൻ പറ്റാത്തവർക്ക് വേണമെങ്കിൽ ഇത് റൗണ്ട് സ്ലൈസസ് ആക്കി എടുത്തിട്ട് കട്ടിംഗ് ബോർഡിൽ അടുക്കി വെച്ചിട്ട് നമ്മൾ വാഴപ്പിണ്ടിയൊക്കെ അരിയുന്ന പോലെ ചോപ്പ് ചെയ്തെടുക്കാം. അങ്ങനെയും ചെയ്യാം. കളർ മാറി വരുന്നുണ്ടോ? ഡാർക്കായിക്കൊണ്ടിരിക്കും. കണ്ടോ, വല കണ്ടോ? ഇങ്ങനെ വല ഉണ്ടാവും. അത് നമുക്ക് ലാസ്റ്റ് ക്ലിയർ ചെയ്യാം. വല പറഞ്ഞാൽ ഇതിനകത്തുള്ള നാരുകളാണ്. അപ്പോൾ ഇത്തരം ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫൈബർ റിച്ചാണ്. നമുക്ക് നല്ല ഫൈബർ കിട്ടുന്ന ഭയങ്കര നാടൻ സോഴ്സാണ് ഫൈബറിൻ്റെയൊക്കെ. ഇത് വെച്ച് എന്തൊക്കെ ചെയ്യാമെന്ന് വെച്ചാൽ തോരൻ വയ്ക്കാം, കട്ട്ലേറ്റ് ഉണ്ടാക്കാം,
ഇപ്പോൾ ദേ ഞാനിവിടെ അച്ചാറും ഉണ്ടാക്കാൻ പോകുന്നു. അപ്പോൾ ഇങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്യാം. ഇതെല്ലാം അരിഞ്ഞു കഴിഞ്ഞിട്ട് ഇതിൻ്റെ നാര് എക്സസ് ആയിട്ടുള്ളത് അതിൽ നിന്ന് മാറ്റുന്നതും കാണിച്ചിട്ട് പല പല പോലെ ഇരിക്കുന്നു. ഇവിടെ ഇപ്പോൾ കുറച്ച് വോയിസ് ഡിസ്റ്റർബൻസ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ബാക്കിലിരുന്ന് ചെയ്യണം. ഇവിടെ തൊട്ട് ബാക്കിലാണല്ലോ രാമചന്ദ്ര ടെക്സ്റ്റൈൽസ്. അവരുടെ ജനറേറ്ററിൻ്റെ സൗണ്ടാണ്, ഭയങ്കര സൗണ്ടാണ്. സത്യം പറഞ്ഞാൽ ഭയങ്കര നോയ്സ് പൊല്യൂഷനും എല്ലാം കൊണ്ടും പൊല്യൂഷനാണ്, കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അത് നിങ്ങൾക്കൊരു ഇപ്പോൾ സൗണ്ട് പൊല്യൂഷൻ വരുന്നുണ്ടോ നമ്മുടെ വോയിസിൻ്റെ ഇടയ്ക്ക്. ഇനി ഇതിൻ്റെ കറയും കളഞ്ഞ് നമ്മളിനെ ആ നാരൊക്കെ കളയുന്ന ഒരു പ്രോസസ്സ് കയ്യിലിച്ചിട്ട് എണ്ണ തടവിയിട്ട് ഇതിൽ നിന്ന് ഇങ്ങനെ കുറേശ്ശെ എടുക്കാം. എന്നിട്ട് ഇങ്ങനെ ആക്കണം. അപ്പോൾ ഇങ്ങനെ താഴോട്ട് വീഴും ഒരു സൈഡിൽ, ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. ആൻഡ് ഫൈനലി കൈക്കകത്ത് കുറച്ച് കാര്യങ്ങളുണ്ടാവും, കാണിച്ചു തരാം. ഇതൊരു പ്രോസസ്സാണ്. കൈ വെച്ചിട്ട് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ താഴോട്ടൊരു സൈഡിലോട്ട് ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. ആൻഡ് ഫൈനലി കുറച്ച് കാര്യം ബാക്കി വരും. ആ ഫൈബർ പാർട്ടാണ്, അത് നമുക്ക് കളയാം, ആവശ്യമില്ല, മാറ്റി വയ്ക്കുന്നു. ഇത്രയും നമുക്ക് ആ ഒരു നാര് മാറി കിട്ടി, ഇത്രയും. അതുപോലെ ഇതിൽ നിന്നും ബാക്കിയും കുറേശ്ശെ ഇതുപോലെ എടുത്തിട്ട് ഒരു തരം സീവിങ് ആണ്, കൈ കൊണ്ട് അരിക്കുക എന്ന് പറയില്ലേ. ഈ വെളിച്ചെണ്ണയൊക്കെ പുരട്ടിയാണ് ചെയ്തെങ്കിൽ എൻ്റെ കയ്യിൽ കറയായിട്ടുണ്ട് കേട്ടോ, കറുത്ത നിറമായി വരുന്നുണ്ട്. ഇത് കുറേ ദിവസം എടുക്കും മാറാൻ, അത് മറ്റൊരു കാര്യം. അല്ലെങ്കിൽ കയ്യിൽ ഗ്ലൗസ് ഇട്ട് ചെയ്യണം. ഇങ്ങനെ സർക്കുലർ മൂവ്മെൻറ്റ്സ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ നാല് ഭാഗം കയ്യിൽ ഉരുണ്ട് കിടക്കും. ഇതിൽ ഫുൾ നാരാണ്. ഇത്രയും വേസ്റ്റ് നാര് വന്ന ഭാഗം ഇങ്ങനെ മാറ്റി വയ്ക്കും. ഇതിന് വേണമെങ്കിൽ ഒന്നുകൂടി ഒന്ന് ശ്രമിച്ചു നോക്കാം. ഇച്ചിരി എന്തെങ്കിലും എക്സ്ട്രാ ഉണ്ടെങ്കിൽ അതും കൂടി എടുക്കാം. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന പ്യൂറസ്റ്റ് ഫോം. എല്ലാം ക്ലീനാക്കി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഇനി ഇത് വെച്ചിട്ട് നമുക്ക് അച്ചാറുണ്ടാക്കാം. ഓക്കെ, കൈ കഴുകി ഇതേ നോക്കി, വലിയ കുഴപ്പമില്ല, ഡാമേജ് ഒന്നുമില്ല. പക്ഷെ ചെറിയ ഡാമേജ് ഉണ്ട്. ഇത്രയും ഭാഗത്ത് കറ പോയിട്ടില്ല. ഞാനിങ്ങനെ കത്തി വെച്ച് ഇങ്ങനെ ചെയ്തില്ല. ആ ഭാഗത്ത് കുറച്ച് ഓയിലില്ലായിരുന്നു എന്ന് തോന്നുന്നു. അത്രയും ഭാഗം മാത്രം കറയായിട്ട് തന്നെ ഇരിക്കും. സാരമില്ല, അത് മാറും. കൂമ്പ് ഇനി അച്ചാറുണ്ടാക്കാനായിട്ട് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അടുപ്പ് കത്തിച്ച് ഞാൻ പാത്രം വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് വറുക്കാം, ചെറുതായിട്ട് ഭയങ്കര പൊരിച്ചെടുക്കൊന്നും വേണ്ട, ഒന്ന് വറുത്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് അത് ആ പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് വീണ്ടും ഫ്രഷ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. നല്ലെണ്ണയിലും ചെയ്യാം, വെളിച്ചെണ്ണയിലും ചെയ്യാം. ഏതാണ്? വെളിച്ചെണ്ണയിലാണെങ്കിൽ ഒരുപാട് ദിവസം ഇരിക്കില്ല. പക്ഷെ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. പിന്നെ ഇത് കംപ്ലീറ്റ് സാധാരണ ചിലരാണെങ്കിൽ വെളിച്ചെണ്ണയിൽ ചെയ്തിട്ട് ഏറ്റവും മുകളിൽ കുപ്പിയിലാക്കിയിട്ട് മുകളിൽ കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് വയ്ക്കും, ഇങ്ങനെ പൊങ്ങി കിടക്കാനായിട്ട്. എന്നാലും കുഴപ്പമില്ല, അങ്ങനെയും ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഫുള്ള് നല്ലെണ്ണയിൽ ചെയ്യാം, അല്ലെങ്കിൽ ഫുൾ വെളിച്ചെണ്ണ ചെയ്യാം. അപ്പോൾ കൂടുതൽ ദിവസം വേണ്ടെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, നോക്കിക്കോളൂ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം, ഒരു 1.5 ടേബിൾ സ്പൂൺ. അതിലേക്ക് അരിഞ്ഞ് വൃത്തിയാക്കിയ കൂമ്പ്, നന്നായിട്ടൊന്ന് വറുക്കാം. ചെറുതായിട്ടൊന്ന് മൊരിയട്ടെ. ഒരുപാട് പിന്നെ എന്താ പറയുക, കരുകരിപ്പൊന്നും ആകണ്ട, എങ്കിലും ഇച്ചിരി ഒന്ന് മൊരിയട്ടെ. ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് ഒരു കൂമ്പിൻ്റെ ഒരു ചെറിയ ക്വാണ്ടിറ്റിയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഒരു കൂമ്പിൻ്റെ അച്ചാറുണ്ടാക്കുന്നു, അത്രേ ഉള്ളൂ. നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെങ്കിൽ ഒരു 3-4 കൂമ്പ് എടുത്തിട്ട് ഇതേ പ്രോസസ്സിൽ ഇത് ചെയ്താൽ മതി. ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിൽ പുളി, നമ്മുടെ സാധാരണ പുളിയുണ്ടല്ലോ,
അതെടുത്തിട്ട് ഞാനിങ്ങനെ കുറച്ച് വെള്ളം ഒരു 1/4 കപ്പ് വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചിരുന്നു. പുളിവെള്ളം. ഇതിൽ നമ്മൾ വിനാഗിരിയല്ല ചേർക്കുന്നത്, പുളിവെള്ളമാണ് ചേർക്കുന്നത്. സാധാരണ അച്ചാറിലൊക്കെ ധാരാളം വിനീഗർ ചേർക്കുമല്ലോ. ഇത് പുളിയുടെ വെള്ളം, ടാമറിൻഡ് പൾപ്പ് ഈ രീതിയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, കുറുകിയ ചാറ്, ഒരു ചെറിയ നാരങ്ങ വലിപ്പം, ഇത്രയും. ഓക്കെ, ഇപ്പോൾ അത്യാവശ്യം മുരിഞ്ഞിട്ടുണ്ട്. ഭയങ്കര കരുകരിപ്പം അങ്ങനെ വേണ്ട കേട്ടോ, ചെറിയ സോഫ്റ്റ് തന്നെ ആയിരിക്കണം. മൂപ്പിച്ചെടുത്തു, മാറ്റാം. നല്ലൊരു മണം വരുന്നുണ്ട്. യെസ്, അപ്പോൾ വറുത്തെടുത്തു, വഴറ്റി നന്നായിട്ട്. ഒരുപാട് മൂപ്പിച്ചില്ല, എത്ര വേണമെങ്കിലും മൂപ്പിക്കാം, പക്ഷെ അങ്ങനെ കരുകരുപ്പാക്കിയില്ല. ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും പാത്രത്തിലേക്ക്, പാത്രമൊക്കെ നല്ല നീറ്റാക്കി കുറച്ച് എണ്ണ ഒഴിക്കട്ടെ. ഞാനിപ്പോൾ ഫുൾ വെളിച്ചെണ്ണയിൽ ചെയ്യുന്നു. ഒരു 1/4 കപ്പോളം വെളിച്ചെണ്ണ. ഇത് കട്ടക്കായമാണ്, കട്ടക്കായ പൗഡറല്ല. ഇതിൽ നിന്നും കുറച്ചെടുത്തിട്ട് നമുക്ക് കായപ്പൊടി ഉണ്ടാക്കാനായിട്ട് ഇതിനൊന്ന് മുരിച്ചെടുക്കാം. ഒറിജിനൽ ഇങ്ങനെ ചെയ്യുകയാണെങ്കിലാണ് നല്ലൊരു ഒറിജിനൽ മണം കിട്ടും, കായത്തിൻ്റെ ഗുണം. അല്ലാണ്ട് ഈ പാക്കറ്റിൽ പൗഡറായിട്ട് വരുന്ന, സത്യം പറഞ്ഞാൽ അതിൽ വേറെ മായമൊക്കെ ചേർന്ന് വരുന്ന കാര്യങ്ങളാണ്. നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല ഫുൾ കായമാണെന്ന്. ഇതിങ്ങനെ എണ്ണയിൽ ആദ്യം ഒന്ന് മുരിച്ചെടുക്കാം, എന്നിട്ട് അമ്മിക്കല്ലിൽ വെച്ചിട്ട് പൊടിക്കാം. നല്ല കരുകരുപ്പായിട്ട് മൊരിയും. അപ്പോൾ ഈ എണ്ണയിൽ തന്നെ മൊരിക്കുന്നുണ്ട്. ഈ എണ്ണ തന്നെ നമുക്ക് അച്ചാറിന് ഉപയോഗിക്കുകയും ചെയ്യാം. നല്ലതായിട്ട് മൊരിഞ്ഞ് കഴിഞ്ഞു. എണ്ണയിൽ നിന്ന് മാറ്റുന്നു. ഇങ്ങനെ കട്ടക്കായം മേടിച്ചിട്ട് ഇതുപോലെ മൂപ്പിച്ചിട്ട് പൊടിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇച്ചിരി ഒന്ന് തണുക്കട്ടെ, എന്നിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. വറുത്തെടുത്ത കായം നന്നായിട്ട് തണുത്തു, അത്യാവശ്യം തണുത്തു. നല്ല മുരിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് പൊടിക്കാൻ പറ്റുന്നത്. യെസ്, കായപ്പൊടി റെഡി. കട്ടക്കായമായിട്ട് നമ്മൾ സാധാരണ അങ്ങനെ തന്നെ മുറിച്ചിടാറുമുണ്ടല്ലോ ചില അച്ചാറിലൊക്കെ. ഇതിൽ നിന്ന് എടുത്തിടാം. ഇതേ എണ്ണയിൽ തന്നെ ബാക്കി കാര്യങ്ങൾ. എണ്ണ ചൂടായി കിടക്കുകയാണ്. 1 ടീസ്പൂൺ കടുക്. തീ നന്നായിട്ട് കുറച്ചിട്ട് മുളക്. ഇതൊരു 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 3 ടേബിൾ സ്പൂൺ ഇഞ്ചി, 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ ആകാം, നീളത്തിലരിഞ്ഞത്. ഒരു 3-4 പച്ചമുളക്, ചെറുതാണെങ്കിൽ ഒരു 4, വലുതാണെങ്കിൽ ഒരു 3 2-3. ഇപ്പോൾ ഈ മുറി ഫുള്ളൊരു അച്ചാർ മണമാണ്. കാര്യം കായം ഇങ്ങനെ വറുത്ത് പൊടിച്ചപ്പോൾ എന്താ മണം എന്നറിയോ, രക്ഷയില്ല. ഇങ്ങനെ മൂത്ത് തുടങ്ങി. കറിവേപ്പില എല്ലാം ഏകദേശം റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർക്കാം. തീ നന്നായിട്ട് കുറച്ചിട്ട്. മഞ്ഞൾപ്പൊടി നമ്മളൊരല്പം ചേർത്തിരുന്നു, എന്താ പറയുക, കൂമ്പിൻ്റെ കൂടെ വഴറ്റിയപ്പോൾ. ഇനി മുളക് പൊടി. ഇത് പിരിയൻ മുളകിൻ്റെ പൊടി. ഇതിപ്പോൾ 2 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്തു. എല്ലാം പാകത്തിന് മൂത്ത് കഴിഞ്ഞു. മൂത്ത മണം വരുന്നു. ഇനി ഇതിലേക്ക് പുളിവെള്ളം. പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പിലിട്ടതാണ്, അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് വേണം. ഉപ്പിച്ചിരൂടെ ആയാലും കുഴപ്പമില്ല, എല്ലാത്തിനും പിടിച്ച് വരുമ്പോൾ കറക്റ്റായിരിക്കും. ഒരു 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്, ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി. ഇത് ഒറിജിനൽ കായപ്പൊടി ആയതുകൊണ്ട് ഇത്ര ഇടുമ്പോൾ തന്നെ നല്ല മണം. കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം കുറച്ച് ചേർക്കുക. എല്ലാത്തിൻ്റെയും കൂടെ ഒരു ബാലൻസ് സെറ്റായി വരണം. അച്ചാറിന് ചാറ് വേണമല്ലോ, അപ്പോൾ കുറച്ചുകൂടി. ഇത് ബോയിൽഡ് ആൻഡ് കൂൾഡ് വാട്ടർ, തിളപ്പിച്ചാറിയ വെള്ളം എന്നാണ് പറയുക. ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു. ഉപ്പ് നോക്കട്ടെ.
എല്ലാം പക്ക. ഇതിലേക്കാണ് വറുത്ത് വെച്ചിരിക്കുന്ന കൂമ്പ്. അതെ, കാണുന്നുണ്ടല്ലോ. ഇതാണ് കൺസിസ്റ്റൻസി എല്ലാം. നമ്മൾ ഇഞ്ചിക്കറി, നാരങ്ങാക്കറി ഒക്കെ വയ്ക്കുന്ന പോലെ തന്നെ അതുപോലെ ഇങ്ങനെ ഇലയിൽ വെച്ചാൽ അവിടെ ഇരിക്കും ഇങ്ങനെ തൊട്ടുകൂട്ടാൻ. ഇനി ഇതിൽ കടന്ന് നന്നായിട്ട് അത് പഴകും തോറും കുറച്ചുകൂടി ഒരു ദിവസം കഴിയുമ്പോൾ ഇത് ശരിക്കും എല്ലാം പിടിക്കും. തീ ഓഫ് ചെയ്യാം. അങ്ങനെ വാഴക്കൂമ്പ് അച്ചാർ റെഡി എന്ന് തന്നെ പറയാം. ഇനി ഈ അച്ചാറിൻ്റെ ഗ്രേവിയിൽ ആ ചാറിൽ കടന്നിട്ട് ആ വാഴക്കൂമ്പൊക്കെ നന്നായിട്ട് അതിലൊക്കെ പിടിച്ച്, ഇനി വാഴക്കൂമ്പാണെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. ഇപ്പോൾ നമ്മൾ മിൻസ്ഡ് മീറ്റ് പിക്കിളെന്നൊക്കെ പറഞ്ഞാലും ആൾക്കാർ വിശ്വസിക്കും. അത്രയ്ക്ക് ആ ഒരു ഫിനിഷിങ്ങിൽ കിട്ടും. നോക്കിക്കോട്ടെ. അയ്യോ, എന്ത് ടേസ്റ്റാണ്! ഇങ്ങനെ തന്നെ വെറുതെ കഴിക്കുന്നു. ചോറിന് ഇത് മാത്രം മതി, ഒരു സൈഡിൽ വെച്ചിട്ട് ഇങ്ങനെ കഴിച്ചാൽ ഗംഭീരമായിരിക്കും. അപ്പോൾ ഇനി വാഴക്കൂമ്പ് കിട്ടുകയാണെങ്കിൽ തോരനും കാര്യങ്ങളൊക്കെ കട്ട്ലേറ്റൊന്നും മാത്രമല്ല, നമുക്കൊരു അച്ചാറും ഉണ്ടാക്കാം. അച്ചാറുണ്ടാക്കി ഇതിപ്പോൾ കുറച്ചൊരു എത്ര വരും ഇതൊരു ചെറിയ കുപ്പി നിറച്ചുണ്ടാവും. ഒരു 1/2 കിലോയുടെ കുപ്പിയിൽ ഒരു 3/4 1/4 ഭാഗം വരും എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ടാണ് കുപ്പിയിലാക്കി സൂക്ഷിക്കേണ്ടത്. പ്ലാസ്റ്റിക് ബോട്ടിലൊന്നും വെക്കരുത്. നല്ല ഗ്ലാസ് ബോട്ടിൽ അല്ലെങ്കിൽ ഭരണി ഏതിലെങ്കിലും സൂക്ഷിച്ച് വയ്ക്കുക. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് കിടക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ച് വയ്ക്കുക. കുപ്പിയിലാക്കിയിട്ട് അതിൻ്റെ മുകളിൽ എണ്ണ ഒഴിച്ച് വയ്ക്കുക. പുറത്ത് 2-3 ദിവസം ഇരുന്നാലൊന്നും കേടാവില്ല. കേടാവുക മീൻസ് അതിൽ പൂപ്പിലടിക്കുക അങ്ങനത്തെ കാര്യങ്ങൾ. 2-3 ദിവസം പുറത്തിരിക്കാം. അതൊന്ന് സെറ്റായി കഴിഞ്ഞിട്ട് നന്നായിട്ട് അലിന്ന് വന്നു കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുക. അപ്പോഴത്തേക്കും പിന്നെ ഒരാഴ്ചയൊക്കെ കേടാകാണ്ടിരുന്ന് നമുക്ക് ഉപയോഗിക്കാം. ഉണ്ടാക്കി നോക്കണം, അടിപൊളിയാണ്, ഇഷ്ടമാവും തീർച്ചയായിട്ടും. അപ്പോൾ എനിക്ക് ഫീഡ്ബാക്ക് തരാൻ മറക്കണ്ട. നമ്മുടെ ഈ ഒരു വീഡിയോ, നമ്മുടെ വ്ളോഗ്, അതായത് നമ്മുടെ ഗ്രാമത്തിൽ പോയതും അവിടെ നിന്ന് സ്ട്രെയിറ്റ് ഫ്രം ദ ഫാം പറിച്ചുകൊണ്ട് വന്ന് കൂമ്പ് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ അച്ചാറും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.